നമസ്കാരം. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ചരിത്രപ്രധാനമായ ഉത്തരവിറക്കിക്കൊണ്ട് മിനിസ്റ്റർ കെ രാധാകൃഷ്ണന്റെ പടിയിറക്കം. തന്റെ സ്വപ്ന പദ്ധതിയായ ഉന്നതി എംപവർമെന്റ് സൊസൈറ്റി ഉദ്ഘാടനവും നോളജ് സിറ്റി പ്രഖ്യാപനവും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ നടത്തി മന്ത്രി കെ രാധാകൃഷ്ണൻ. തന്റെ മിനിസ്റ്റർ പദവി സ്ഥാനം രാജിവെക്കുന്നതിനു മുമ്പുള്ള അവസാനത്തെ പരിപാടിയാണ് അംബേദ്കർ ഭവനിൽ നടന്നത്. MLA VK പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണൻ IAS, ശ്രീമതി മേഘശ്രീ IAS, വാർഡ് കൗൺസിലർ വനജ രാജേന്ദ്രബാബു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിനു ശേഷമാണ് മന്ത്രി ചരിത്രപരമായ ആ ഉത്തരവ് ഇറക്കിയത്. കോളനി എന്ന പദം അടിമത്വത്തിൻ്റേതാണ്. ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്നു ഇന്ത്യ. ഈ പേര് അപകർഷതാബോധം ഉണ്ടാക്കുന്നതാണ്. കോളനി എന്ന പദം ഇനി വേണ്ട എന്നും ഈ പദത്തിനു പകരം ഉന്നതി, പ്രകൃതി, നഗർ തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ മുതൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ്. കാരണം നമ്മുടെ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു നമ്മൾ. നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടിമരാജ്യമായി. അപ്പോൾ കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലുണ്ട്. അപ്പോൾ അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഈ ലാസ്റ്റ് മുമ്പുള്ളത് കോളനി നമുക്ക് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം, കോളനി എന്നുള്ള വാക്ക്. കാരണം ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ, അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. നിലവിൽ വ്യക്തികളുടെ പേരിൽ വല്ല പ്രദേശം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരിലും, ആ പേരിൻ്റെ കൂടെ കോളനി എന്നുള്ളതുണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ കണ്ടെത്താൻ കഴിയും. ട്രൈബൽ ഏരിയയിൽ ഇപ്പം നമ്മൾ കുറച്ച് ഇത് ശ്രമം തുടങ്ങി. ഓരോ പ്രദേശത്തും ഇത് നമ്മൾ അടുത്ത കാലത്ത് വയനാട്ടിൽ ഒരു ഗ്രാമം അത് ഉന്നതി ഗ്രാമമായിട്ട് മാറി. അതുപോലെ തന്നെ പ്രകൃതി ഗ്രാമമായിട്ട് മാറി. ഐശ്വര്യ എന്നുള്ള പേര്, അങ്ങനെ വിവിധ പേരുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പേരുകളൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ്. പൊതുവെ ആ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നും നല്ലപോലെ ആ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി 651 പരം കുട്ടികൾക്ക് വിദേശത്ത് പഠന സൗകര്യമൊരുക്കിയതും ഒരു വീട്ടിൽ ഒരാൾക്ക് സംരംഭ സൗകര്യം ഒരുക്കുന്നതിനായുള്ള ഉന്നതിയുടെ വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഉന്നതിയുടെ ഈ വർഷത്തെ മുഴുവൻ പദ്ധതികളുടെയും ഉത്തരവുകൾ കൈമാറിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് എന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവ് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് എന്നും സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക പറഞ്ഞു. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ ഷെയർ ചെയ്യുക.